സോ ഗൈസ് നിങ്ങളിപ്പോൾ കണ്ടൊരു വീഡിയോ ആണ് ഇൻസ്റ്റാഗ്രാമിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ എഡിറ്റ് ചെയ്യാൻ നമുക്ക് നോക്കാം. അപ്പോൾ അതിന് മുമ്പിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനായിട്ട് എഡിറ്റ് യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് CapCut ആണ്. അപ്പോൾ നമുക്ക് CapCut ജസ്റ്റ് ഓപ്പൺ ആക്കാം. CapCut ഓപ്പൺ ആക്കിയതിന് ശേഷം ന്യൂ പ്രൊജക്റ്റ് കൊടുക്കുക. ന്യൂ പ്രൊജക്റ്റ് കൊടുത്തതിന് ശേഷം ഫോട്ടോസിൻ്റെ സെക്ഷനിൽ പോയിട്ട് നിങ്ങളൊരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് എന്താ പറയുക ഒന്ന് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ കയറി വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഒന്ന് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് കുറേ കിട്ടും, വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് കിട്ടും. അത് ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്യുക. സെലക്ട് ചെയ്ത് ആഡ് കൊടുത്തതിന് ശേഷം നമുക്ക് ഇങ്ങനെയായിരിക്കും കിട്ടുന്നത്. ഇനി ഇതിൻ്റെ റേഷ്യോ ഒന്ന് ചേഞ്ച് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആസ്പെക്ട് റേഷ്യോ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യണം. ആസ്പെക്ട് റേഷ്യോ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം 9:16 എന്ന് പറയുന്ന റേഷ്യോ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. 9:16 ആകുമ്പോൾ ഇങ്ങനെ ആയിരിക്കും കിട്ടുന്നത്. നമുക്ക് ഈ എന്താ പറയുക ബാക്കി നടുക്ക് മാത്രം വൈറ്റും പിന്നെ ഫ്രണ്ടിൽ അല്ല മേളും താഴെയായിട്ട് ബ്ലാക്ക് ആയിരിക്കും. അങ്ങനെയല്ല നമുക്ക് വേണ്ടത്. അപ്പോൾ ജസ്റ്റ് സൂം ചെയ്ത് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ അപ്പോഴത്തെ എല്ലായിടത്തും വൈറ്റ് ആയിക്കോളും. ഇനി അതിനുശേഷം ഒന്ന് ഇച്ചിരി ഒന്ന് കൂട്ടണം. ഒന്ന് അത്യാവശ്യം കൂട്ടിയാൽ മതി. എന്നിട്ട് ഈ ബാക്കി വരുന്ന CapCutൻ്റെ ഈ ഒരു ആഡ് ജസ്റ്റ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ മതി. അതിനുശേഷം ഇനി നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓഡിയോ ആഡ് ചെയ്യണം. ഞാൻ ഓൾറെഡി ആ ഒരു വീഡിയോ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ സെലക്ട് ചെയ്തതിന് ശേഷം എക്സ്ട്രാക്റ്റ് ആൻഡ് ആഡ് ഓഡിയോ എന്ന് പറയുന്ന ഓപ്ഷൻ കാണും താഴെ. അതും ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. അപ്പം ഇവിടെ ഓൾറെഡി ഓഡിയോ ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഈ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആ ഒരു ഓഡിയോയുടെ അറ്റം വരെ കൊണ്ടുപോകണം. അറ്റത്ത് വരെ കൊണ്ടുവച്ചതിന് ശേഷം ഇപ്പോൾ എല്ലായിടത്തും കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ നമുക്ക് ബീറ്റ് ആഡ് ചെയ്യണം. ബീറ്റ് ആഡ് ചെയ്യാനായിട്ട് ഈ ബീറ്റ് ആഡ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമുക്ക് വേണ്ട ഒരു പോർഷനിൽ നമ്മൾ ആ ഒരു ഇമേജ് ആ ഒരു ആനിമേഷൻ, അതായത് നിങ്ങൾക്ക് വേണ്ട ഒരു പോർഷൻ സെലക്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് ആ ഒരു താഴെ നിന്ന് സെൻറ്ററിലോട്ട് ഇമേജ് വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ബീറ്റ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് ബീറ്റ് ആഡ് ചെയ്യാനായിട്ട് ജസ്റ്റ് ആ പാട്ടിൻ്റെ താഴെ വന്നേക്കുന്ന ആ ലെയർ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ബീറ്റ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണും. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ടടുത്ത് ആഡ് ബീറ്റ്സ് എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ ബീറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ബീറ്റ് ആഡ് ചെയ്ത പോർഷൻ കാണിക്കാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും പാട്ട് റിവൈൻഡ് ചെയ്ത് കേട്ടിട്ട് ബീറ്റ് ആഡ് ചെയ്യുന്ന ടൈമിൽ കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഉണ്ടായല്ലോ എന്ന് വെച്ചിട്ട് അത് കാണിക്കുന്നത്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഇമേജസ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് എൻഡിങ്ങിൽ കൊണ്ടുവെക്കാം. ഓക്കെ, പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഫോട്ടോസിൻ്റെ സെക്ഷനിൽ പോയിട്ട് ഞാൻ ഇവിടെ ഓൾറെഡി കുറച്ച് ഇമേജസ് ഞാൻ PNG ഫോർമാറ്റിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. നിങ്ങൾ അതിന് വലിയ പാടൊന്നുമില്ല, ജസ്റ്റ് സിമ്പിളാണ്. നിങ്ങൾ ഗൂഗിളിൽ കയറിയിട്ട് BG റിമൂവർ എന്ന് പറഞ്ഞ് അടിച്ചു കൊടുത്താൽ ഒരു വെബ്സൈറ്റ് വരും. അതിനകത്ത് കയറിയിട്ട് നിങ്ങൾക്ക് വേണ്ട ഫോട്ടോസ് അപ്ലോഡ് ചെയ്തിട്ട് PNG ഫോർമാറ്റിലോട്ട് മാറ്റിയാൽ മതി. ഓക്കെ, അപ്പോൾ ഞാനത് ഒരു ഇമേജ് സെലക്ട് ചെയ്തിട്ട് ആഡ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഞാനത്തോട്ട് ഈ ഒരു ഇമേജ് വരണം. അപ്പോൾ അതിനുവേണ്ടി ജസ്റ്റ് ആ ഒരു ലെയർ ക്ലിക്ക് ചെയ്യുക. ഇമേജിൻ്റെ ലെയർ ക്ലിക്ക് ചെയ്തതിന് ശേഷം ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് പോകുമ്പം ഓവർലേ എന്ന് പറയുന്ന ഓപ്ഷൻ വരും. അപ്പോൾ നമുക്ക് ഒന്ന് ഡ്രാഗ് ചെയ്തിട്ട് ഫ്രണ്ടിലോട്ട് കൊണ്ടുപോയി വെച്ചാൽ മതി. കറക്റ്റ് ഫ്രണ്ടിലോട്ട് കൊണ്ടുപോയി വെച്ചാൽ മതി. നമുക്ക് ഇങ്ങനെ ആയിരിക്കും കിട്ടുന്നത്. ഇനി ഇതിനകത്ത് ഒരു ഫിൽറ്റർ ആഡ് ചെയ്യണം. ഈ ഇമേജിനകത്തൊരു ഫിൽറ്റർ ആഡ് ചെയ്യണം. അതായത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആ ഒരു ഫിൽറ്റർ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ അഡ്ജസ്റ്റ് എന്നൊരു ഓപ്ഷൻ കാണും. ആ ഒരു അഡ്ജസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം സാച്ചുറേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ കാണും. അതൊന്ന് ജസ്റ്റ് എടുത്തിട്ട് കുറച്ച് കൊടുക്കുക. ഓക്കെ, മാക്സിമം കുറച്ച് കൊടുക്കുക. നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടി കാണും. ഇനി ചെയ്യണം, നമുക്ക് ഇതിനകത്തൊരു ആനിമേഷൻ ആഡ് ചെയ്യണം. അതായത് താഴെ നിന്ന് ആ ഒരു വൈറ്റ് ഇമേജിൻ്റെ ആ ഒരു സെൻറ്റർ പോർഷനായിട്ട് വരുന്ന രീതിയിൽ ആനിമേഷൻ ആഡ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഇമേജ് താഴോട്ട് കൊണ്ടുപോകണം. ഓക്കെ, താഴെ കൊണ്ടുപോയിട്ട് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യണം. ഒരു കീ ഫ്രെയിം ആഡ് ചെയ്തിട്ട് ഈ ഒരു ക്ലിപ്പിൻ്റെ സെൻറ്ററിലായിട്ട് കൊണ്ടുവച്ചതിന് ശേഷം സെൻറ്ററിലായിട്ട് കൊണ്ടുവച്ചിട്ട് അടുത്തൊരു കീ ഫ്രെയിം ആഡ് ചെയ്തിട്ട് ഇവിടെ ബേസിക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. ഓക്കെ, ബേസിക്കിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ X ആക്സിസ് Y ആക്സിസ് എന്നൊരു ഓപ്ഷൻ കാണും. ഞാൻ Y ആക്സിസ് ജസ്റ്റ് കുറയ്ക്കുമ്പോൾ നിങ്ങൾക്ക് മേലോട്ട് വരുന്നത് കാണാൻ പറ്റും. പിന്നെ കുറച്ച് വേണ്ട അത്രയും കുറയ്ക്കുക. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ ഇത്രയും പോകണമെന്നുണ്ടെങ്കിൽ ഇത്രയും കുറയ്ക്കുക. ഞാനിപ്പോൾ അത്രയും പോകുന്നില്ല, ഇച്ചിരി താത്ത് ആ ഒരു ഫ്രെയിമിനകത്ത് കറക്റ്റായിട്ട് നിൽക്കുന്ന രീതിയാണ് വെക്കുന്നത്. അതിനുശേഷം ഇനി അടുത്തതെന്ന് പറയുന്നത് നമുക്കിപ്പം ഇങ്ങനെ ആയിരിക്കും കിട്ടുന്നത്. അപ്പം ചെറിയ ഒരു സ്ലോയിലാണ് ഈ ഒരു ഇത് വരുന്നത്. ബാക്ക്ഗ്രൗണ്ടിൽ ചെറിയ നോയ്സും കാര്യങ്ങളൊക്കെ കാണും. ഇനി ഈ ഒരു ഇമേജ് അത്യാവശ്യം സ്പീഡ് വന്ന് സെൻറ്ററിൽ നിൽക്കുന്ന രീതിയിലാണ് ചെയ്യണം. അപ്പോൾ ഇനി അടുത്ത പറഞ്ഞാൽ ഗ്രാഫ് ആഡ് ചെയ്ത് കൊടുക്കണം. ഈ ഒരു ഇമേജ് സ്പീഡ് വരാണ്ട് ഗ്രാഫ് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ കീ ഫ്രെയിം ആഡ് ചെയ്തതിനടുത്തതിനായിട്ട് നമുക്കൊരു ഗ്രാഫിൻ്റെ സെക്ഷൻ ഉണ്ട്. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ക്വാഡ് ഔട്ട് എന്ന് പറഞ്ഞൊരു ഗ്രാഫ് വേണം. അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക.
ക്വാഡ് ഔട്ട് എന്ന് പറയുന്ന ഗ്രാഫ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത്യാവശ്യം സ്പീഡിൽ വന്ന് സെൻട്രലായിട്ട് നിൽക്കും. ഇതേ സെയിം മെത്തേഡ് തന്നെ എല്ലാ ഇമേജിലും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഫോട്ടോസിൻ്റെ സെക്ഷനിൽ നമ്മൾ അടുത്തൊരു ഇമേജ് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ ലെയർ ക്ലിക്ക് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഓവർലേ എന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്ത് ഫ്രണ്ടിലോട്ട് കൊണ്ടുപോകും. ഓക്കെ, ഫ്രണ്ടിലോട്ട് കൊണ്ടുപോയിട്ട് നമ്മൾ ആ ക്ലിപ്പിൻ്റെ ആദ്യമേ ചെയ്ത ക്ലിപ്പിൻ്റെ ഒത്തിരി ഫ്രണ്ടിലോട്ട് പോയി. ഓക്കെ, ആഡ് ചെയ്ത ക്ലിപ്പിൻ്റെ ബാക്കിലായിട്ട് എൻഡിങ് കൊണ്ടുവെക്കും. ഓക്കെ, എൻഡിങ് കൊണ്ടുവച്ചതിന് ശേഷം നമുക്കിതിനകത്ത് അഡ്ജസ്റ്റ് എന്ന ഓപ്ഷൻ പോകും. അഡ്ജസ്റ്റ് എന്ന ഓപ്ഷൻ പോയിട്ട് സാച്ചുറേഷൻ ജസ്റ്റ് ഒന്ന് കുറച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ഇമേജ് ചെറുതായി ഇപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് സൂം ചെയ്തൊന്ന് വലുതാക്കിയതിന് ശേഷം താഴെ കൊണ്ടുവന്ന് വെക്കുക. ഓക്കെ, താഴെ കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം ഫ്രണ്ടിലായിട്ടൊരു കീ ഫ്രെയിം ആഡ് ചെയ്തിട്ട് സെൻറ്ററിലായിട്ട് വരും. ഓക്കെ, കറക്റ്റ് സെൻറ്ററിലായിട്ട് വന്നതിന് ശേഷം അടുത്തൊരു കീ ഫ്രെയിം ആഡ് ചെയ്തിട്ട് ബേസിക് എന്ന ഓപ്ഷനിൽ പോയിട്ട് വൈ ആക്സിസ് ജസ്റ്റ് ഒന്ന് കുറച്ച് കൊടുക്കുക. ഓക്കെ, ഇത്ര ഉള്ള വളരെ സിമ്പിളായിട്ടൊരു മെത്തേഡാണ്. ജസ്റ്റ് വൈ ആക്സിസ് കുറച്ച് കൊടുത്തിട്ട് കറക്റ്റായിട്ട് ഫ്രെയിമിനകത്ത് നിൽക്കുന്ന രീതിയിൽ കറക്റ്റായിട്ട് സെറ്റാക്കുക. അതിനുശേഷം ഗ്രാഫ് എടുത്തിട്ട് ക്വാഡ് ഔട്ട് എന്ന് പറയുന്ന ഗ്രാഫ് ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത്രേ ഉള്ളൂ. അടുത്ത ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഈ സൗണ്ട് കേട്ടിട്ട് നമുക്ക് വേണ്ടടുത്ത് ടെക്സ്റ്റ് ആഡ് കൊടുക്കാൻ ടെക്സ്റ്റ് എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ആഡ് ടെക്സ്റ്റ് എന്ന ഓപ്ഷനിൽ പോയിട്ട് നമുക്കിവിടെ ഒരു ലെയർ വരും. അതിനകത്ത് ആ ഒരു ലിറിക്സ് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കുക. ഓക്കെ, അത് ജസ്റ്റ് അടിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ മേളിലായിട്ട് കൊണ്ടുവെക്കുക. മേളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് കൊണ്ടുവെക്കാം. മേളിലായിട്ട് കൊണ്ടുവച്ചതിന് ശേഷം ഇനിയിപ്പോൾ ഇതിനകത്ത് നമുക്കൊരു കളർ ആഡ് ചെയ്യണം. അതിനായിട്ട് സ്റ്റൈൽ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. സ്റ്റൈൽ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ലോഡ് ആയി വെച്ച് ടൈം എടുക്കും. പിന്നെ അത് ഇഷ്ടമുള്ളെങ്കിൽ ഒരു ഫോണ്ട് സെലക്ട് ചെയ്യാം. അതിന് മുമ്പായിട്ട് നമുക്ക് സ്റ്റൈൽസ് എന്ന ഓപ്ഷനിൽ പോയിട്ട് ഞാനത് ബ്ലാക്ക് ആഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പോൾ നമുക്കിത് സാധാരണ ഒരു ഫോണ്ടാണ് ഇപ്പോൾ ഓൾറെഡി ഉള്ളത്. അപ്പോൾ നമുക്ക് ഫോൺസിൽ പോയിട്ട് ഇഷ്ടമുള്ളൊരു ഫോണ്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ അതിനകത്ത് ഒരു ഫോണ്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ലോഡ് ആവുന്നില്ല, അപ്പോൾ വേറൊരു ഫോണ്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഒരു നല്ലൊരു ഫോണ്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിനകത്ത് നമുക്ക് ആനിമേഷൻസ് ആഡ് ചെയ്ത് കൊടുക്കണം. ആനിമേഷൻസ് ആഡ് ചെയ്യാനായിട്ട് നമുക്ക് ആനിമേഷൻസ് ഉള്ള ആ ഒരു സെക്ഷനിൽ പോയിട്ട് അതിനകത്ത് ഇഷ്ടം പോലെ ആനിമേഷൻസ് ഉണ്ട്. ഇതിനകത്ത് ഞാൻ ത്രോ ഔട്ട് എന്ന് പറഞ്ഞൊരു ആനിമേഷനാണ് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ആയിരിക്കും വന്നിട്ട് ഇങ്ങനെ ആയിരിക്കുള്ളത്. ഇതേ കണക്ക് നിങ്ങൾ എല്ലാത്തിനകത്ത് കണക്കങ്ങ് ചെയ്യണം. കണക്ക് ചെയ്യണം. ഓക്കെ, അടുത്തൊരു ഇമേജിനകത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇനി അടുത്ത ആഡ് ടെക്സ്റ്റ് കൊടുത്തിട്ട് അടുത്ത് അടിച്ചു കൊടുക്കുക. അടുത്ത് അടിച്ചു കൊടുത്തതിന് ശേഷം ഇവിടെ വേറെ ഫോണ്ട് ആയിരിക്കും. നമ്മൾ ജസ്റ്റ് ഫോണ്ട് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കണം. ഓക്കെ, സ്റ്റൈൽ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് വേറൊരു ഫോണ്ട് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. സ്റ്റൈൽസിനകത്ത് ആനിമേഷൻ പോയതിനു ശേഷം ഞാൻ അതേ സെയിം എഫക്റ്റാണ് അതിനകത്ത് ആഡ് ചെയ്യുന്നത്. ത്രൂ ഔട്ട് എന്ന എഫക്റ്റാണ് ഇതിനകത്ത് ആഡ് ചെയ്യുന്നത്. ഇനി അടുത്ത ലെയറിൽ പോയതിനു ശേഷം ആഡ് ടെക്സ്റ്റ് കൊടുത്തതിന് ശേഷം അടുത്ത ആഡ് ചെയ്ത് കൊടുക്കുക. അടുത്തത് ആഡ് ചെയ്ത് കൊടുക്കുക. അടുത്ത് ആഡ് ചെയ്തിട്ട് ഞാൻ അതേ സെയിം ഫോണ്ടാണ് എല്ലാത്തിനകത്ത് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് മാറ്റി യൂസ് ചെയ്യാം. ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ആ ഒരു ബീറ്റ് ആഡ് ചെയ്ത് അവിടം വരെ ഈ ലെയർ കൊണ്ടുപോകുക. ഇനി ഇതിനകത്ത് ആനിമേഷൻ ആഡ് ചെയ്തിട്ട് സ്റ്റൈൽസിൽ പോയിട്ട് ഞാൻ അതേ സെയിം ഫോണ്ടും എഫക്റ്റാണ് അതിനകത്ത് ആഡ് ചെയ്യുക. ആനിമേഷനാണ് അതിനകത്ത് ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോണ്ട് എടുക്കാം, ഇഷ്ടമുള്ള ആനിമേഷൻ സെലക്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഇതിനകത്ത് ഞാൻ അതേ ത്രൂ ഔട്ട് എന്ന് പറയാൻ ആ ഒരു ആനിമേഷൻ തന്നെയാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ ഈ ഒരു എഡിറ്റ്. നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ എഡിറ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.